എന്റെ തന്നെ കേടര് കേട്ടോ. ഹായ് ഗായ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വിഷു. നമ്മുടെ വിഷുവിൻ്റെ വ്ളോഗാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ സദ്യ ഉണ്ടാക്കുകയാണ്. നാളെയാണ് വിഷു. നാളെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. സോ നാളെ ഫുഡ് എല്ലാവരും കൂടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. സോ കുറച്ച് ഫുഡ് കേട് വരില്ല എന്ന് ഉറപ്പുള്ള കുറച്ച് ഫുഡ് നമ്മൾ ഇന്ന് ഉണ്ടാക്കും, കുറച്ച് ബാക്കി നാളെ ഉണ്ടാക്കും. നമ്മുടെ റൂമിൽ എല്ലാവരും കൂടിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2 റൂമും കണ്ടോ, 2 റൂംസിലുള്ള നമ്മളെല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം. മതിയാ കുറച്ചുകൂടി മതിയില്ലേ? ഇവിടെ എൻ്റെ അമ്മ സമ്മതിക്കൂല. ഏത് സൈഡിലാ? ഇവിടെ ഇങ്ങനെ വെച്ച് പോയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാ പോരെ. ഹായ് ഗായ്സ്, ആരോ മിക്സി യൂസ് ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ ഹർഷേൻ്റെ റൂമിലേക്ക് പോകാം കേട്ടോ. ഇതിനാണല്ലേ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. മൈലാഞ്ചിൻ്റെ ഒപ്പം എൻ്റെ പേസ്റ്റും ബ്രഷും കൂടെ ഉണ്ട്. ഓളെ റൂമിൻ്റെ അപ്പുറത്താണ് വാഷ്റൂം. അപ്പോൾ പിന്നെ പോണ വഴിക്ക് വാഷ്റൂമിൽ കൂടി പോയി പല്ലേച്ച് വരാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, ഞാൻ മൈലാഞ്ചി ഇടണം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ കണി വെച്ചൊക്കെ തീർന്നു. രാവിലെ നീച്ച് കണ്ടാൽ മതി. ഓക്കെ, ബൈ. എന്റെ തന്നെ കേടര് കേട്ടോ. കൊളാക്കി തന്നിട്ടുണ്ട്. കൊളാക്കിയ മൈലാഞ്ചി കാണിച്ചാട്ട്. ഹായ് ഗായ്സ്, ഇതൊരു പ്രോപ്പർ ഇൻട്രോ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1 മിനിറ്റ്, ഞാൻ ഫാൻ ഓഫ് ആക്കിയിട്ട് വരാം. ഇന്ന് വിഷു ആണ് കേട്ടോ. ഞങ്ങൾ വിഷുവിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. പൊതുവെ നമ്മൾ ക്ലാസ് ഇല്ലാത്തൊരു ദിവസം പോയിട്ടാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കല്. പക്ഷേ നമുക്കതിന് സമയം കിട്ടിയില്ല. സോ നമ്മൾ വിഷുവിൻ്റെ അന്നത്തേക്ക് തന്നെ ഗൈസ്, എല്ലാവരും എണീറ്റിട്ടില്ല കേട്ടോ. വിഷുവിൻ്റെ അന്നത്തേക്ക് തന്നെ ഫോട്ടോ എടുക്കുന്ന പരിപാടി മാറ്റിയിട്ടുണ്ട്. സോ കണിയൊക്കെ കണ്ട് ഒരുക്കി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. സോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ നമുക്ക് തുടങ്ങാം. ഓക്കെ, അതാ പെട്ടിയിൽ ഒരു മാല ഉണ്ട്. വേണ്ട, ഇപ്പം വേണ്ട. ഓക്കെ ഗൈസ്, സോ നമുക്കിനി റെഡി ആയിട്ട് തുടങ്ങാം. ഓക്കെ, പ്രശ്നം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, രാവിലെ ആവുന്നുള്ളൂ. സമയം എത്രയോ 6 സംതിങ് ആണ്. അങ്ങനെ വെളിച്ചം വരുന്നുണ്ട്, പക്ഷേ പ്രോപ്പർ സൺലൈറ്റ് ഇല്ലാന്ന് സൂര്യനില്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേക്കും വെളിച്ചം വന്ന് തീരുമാനമായിട്ടുണ്ടാവും. സൺ ഈസ് ആബ്സെന്റ് ടുഡേ ഗൈസ്. സോ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. കണ്ണാടിയാണ്. വലിയ കണ്ണാടി ഉണ്ട്, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ ഇവിടെയാണ് ലൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ണാടി ഇല്ലാത്ത സ്ഥലത്ത് വന്ന് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, എൻ്റെ ബർത്ത്ഡേക്ക് നന്ദു തന്നതാണ്. ഓക്കെ, ഞാനാണെങ്കിൽ
പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത്. ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ സ്കിന്നിന് അത് ഇവിടെ പറ്റില്ല, നാട്ടിൽ പറ്റും, ഇവിടെ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് കിട്ടിയപ്പോൾ ഞാനത് നിർത്തി. ഇപ്പം ഞാൻ ഇതാ യൂസ് ചെയ്യില്ല. ആദ്യം ഞാൻ ഗ്ലിസറിൻ ഇട്ടിട്ടാണ് മോയ്സ്ചറൈസർ ഇടായിരുന്നു. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്നാമത് ലൈറ്റ് ഇല്ല. സോ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഇത് കിട്ടുന്നില്ല വീഡിയോയ്ക്ക്. സോ ഐ ആം സാഡ്. പിന്നെ എനിക്ക് ലൈറ്റ് ഇടുമ്പോൾ ടെൻഷനാണ്, ഇവർക്ക് ബുദ്ധിമുട്ടായാലും ആലോചിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇടാണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എന്താണെന്നല്ലേ, എന്താ പൊട്ടിടാം. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് വെട്ടാം. നമുക്ക് കമ്മലും വളയും ഒക്കെ ഇടാം. കമ്മൽ വന്നോ? സുമേഷ് എനിക്ക് കൈനീട്ടം കൊണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 200 200 ഓക്കെ, ഞാൻ സൂക്ഷിച്ചേക്കും. ഗായ്സ്, ഇതാണ് മാല. ഈ മാലയ്ക്ക് കമ്മൽ ചേരുന്നില്ലല്ലോ. ഞാനാണെങ്കിൽ ഒരു മാല ഇടാത്ത മനുഷ്യനാണ്. എനിക്ക് മാല ഇടുന്ന ഇഷ്ടമല്ല. എനിക്ക് മാല എല്ലാവരും പറഞ്ഞിട്ട് രസമുണ്ട്, പക്ഷെ എനിക്കൊരു സുഖം തോന്നുന്നില്ല. ഞാൻ കമ്മൽ മാറ്റി നോക്കട്ടെ കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെടാൻ നോക്കട്ടെ. കുറച്ച് കുഞ്ഞ കമ്മലിടാം, മാല ഇട്ടതല്ലേ. ഇനി പറയൂ, ഇതാണോ ഭംഗി? ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. എല്ലാവരും പറഞ്ഞു മാലയും ഈ കമ്മലുമാണ് ഭംഗി. അപ്പം നമുക്ക് ഈ കമ്മൽ വരാം. ഓക്കെ, മാല ഇടാൻ എന്താണോ ഭംഗി? മാല ഇട്ടിട്ടാണോ? കൺഫ്യൂഷനായി. മാല വേണോ മാല വേണ്ടേ? ഏതാ തോന്നുന്നില്ലേ ഒരു വെറൈറ്റി? ഇപ്പോഴും മാല ഇടാണ്ടല്ലോ, ഇത് ഒരേപോലെ ആകാൻ പറ്റും. ഗായ്സ്, നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണം. മഴ. എല്ലാവരും കൊടയൊക്കെ ചൂടിയതാ പോണു. മഴ പെയ്യുന്നുണ്ട്. സുഭാഷ് ആയിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം ഞങ്ങള് ഫോട്ടോ എടുക്കാൻ പോയ സമയത്ത് ഇതേപോലെ തന്നെ മഴ പെയ്തു. ഇപ്രാവശ്യവും ഇതേപോലെ തന്നെ. വിഷുവിന് അന്ന് മഴ പെയ്യുമോ? എനിക്കറിയുന്നില്ല കേട്ടോ. ഉസ്ബെക്കിസ്ഥാന്റെ വിഷുവിന്റെ അന്ന് മഴ പെയ്യും. ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരും കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഔട്ട്ഫിറ്റ് കാണാൻ ഭയങ്കര ത്വരയുണ്ട്. നിങ്ങൾക്ക് തന്നെ. സോ മാമി എടുക്കുന്നുണ്ട്. കണ്ടോ, എടുത്തോ. ഞാൻ വരെ 2Xലോട്ടേക്ക്. ലക്ഷ്മി അറ്റ് ലക്ഷ്മി ലവ്സ്. നല്ല രസമുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. ഗായ്സ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ മൂഡ് പോയി. എനിക്ക് ചിരിക്കാൻ പോലും തോന്നുന്നില്ല. ഒന്നാമത് ഉറങ്ങിയിട്ടില്ലല്ലോ. രാത്രി ലേറ്റ് ആയിട്ടാ കടന്ന. പിന്നെ രാവിലെ നേരത്തെ എന്നിട്ട് ഞങ്ങള് റെഡിയായി വന്നിട്ട് ഒരു ചീഞ്ഞൊരു മഴയും. വെളിച്ചമുണ്ട്, പക്ഷെ ഈ വെളിച്ചം പോരാ. നിന്റെ പാവാട കാണുന്നു, വീഡിയോ എടുക്കാൻ ഒരു ഒഴിവാക്കി കണ്ടു. എന്റെ മൂഡ് പിന്നെയും പോയി. എനിക്ക് വിശക്കുണ്ട്, സീരിയസ്ലി വിശക്കുന്നുണ്ട്. അപ്പൊ തലമിന്
ഗായ്സ്, ഇങ്ങനെ ഒരു ഗതികേട് നിങ്ങൾ ആർക്കെങ്കിലും കണ്ടോ? ഒരു നല്ല ഫോട്ടോ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഇത്രയും ഒരുങ്ങി കെട്ടി ഞാൻ വന്നത് എന്തിനാ? ഈ മഴ കൊള്ളാനാണോ? റൂമിൽ പോവാൻ വിചാരിച്ചു. മഴ ഒന്ന് പോവാണെങ്കിൽ പോയിട്ട് വരാം, അല്ലാണ്ട് എൻ്റെ മുടിയൊക്കെ കേടുവരും. എനിക്കാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താ ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് മുടിയാണ്. സോ ഗായ്സ്, എനിക്കാണെങ്കിൽ ഇന്ന് ഫുൾ റിജക്ഷൻ കിട്ടിയ ഒരു ഫീലാന്ന്. ഇത്രയും ഒരുങ്ങി കെട്ടി വന്നിട്ട് റിജക്ഷൻ്റെ കാര്യം എന്താ സംഭവിച്ചത്? ഒക്കെ നോവാൻ വന്നത്. ഒരുങ്ങി കെട്ടി നമ്മൾ വന്നു രാവിലെ, എന്നിട്ട് ഇവിടെ മഴയും തേങ്ങി. ഇപ്പം മഴ ഒന്ന് പോയി. അതിനുശേഷം ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുകയാണ് ചെയ്യണത്. ഒന്നും കഴിച്ചിട്ടില്ല സത്യം പറയാലോ. സോ ഫുഡ് ഉണ്ടാക്കണ സമയത്ത് എല്ലാവർക്കും മതി. ഇന്നത്തെ ക്ലാസ് ഒന്ന് ക്യാൻസൽ ആയിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഉള്ളിൽ ആഗ്രഹിച്ച് മാമിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, ക്ലാസ് ക്യാൻസൽ ചെയ്ത് തരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ മാം പറ്റില്ല പറഞ്ഞു. അവിടെയാണ് ആദ്യത്തെ റിജക്ഷൻ്റെ വേദന ഞാൻ മനസ്സിലാക്കിയത്. അതിക്ക് നല്ല ദേഷ്യം വന്നു, സങ്കടം വന്നു. കാരണം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കില്ലേ, നമ്മൾ ഫോട്ടോ നിർത്തില്ലല്ലോ. സോ നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്ന സമയത്ത് കണ്ടോ, എനിക്ക് തോന്നുന്നു കൊറോണയുടെ ബോധവൽക്കരണ ക്യാമ്പാണ്. അങ്ങനത്തെ ഒരു സാധനം എല്ലാവരും ഇട്ട് ഔട്ട്ഫിറ്റ് ഉണ്ടോ ഞാൻ കാണിച്ചത്. അയ്യോ സോറി, എൻ്റെ ഫോണിൽ സൂം ചെയ്യാൻ പറ്റില്ല. കണ്ടോ നിങ്ങൾ എല്ലാവരും മറ്റേ എന്താ കിറ്റിൻ്റെ PE കിറ്റില്ലേ, ആ സാധനം. PPE. സോറി ഗൈസ്, കട്ട് PPE കിറ്റ് എന്ത് സാധനം ഞാൻ മറന്നു ഒരു നിമിഷത്തേക്ക്. അതാണ് സംഭവിച്ചത്. ഇനി ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഒരാളെ ഫോട്ടോഷൂട്ട് കാണാൻ കഴിച്ച. ശ്രീ ആണെങ്കിൽ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ഒരു മാസ്റ്ററാണ്, പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്യിക്കും. ഇനി വായ അടിച്ചാലേ കുറച്ച് വൃത്തിയുള്ള ഫോട്ടോ ഇട്ടുള്ളൂ. ഒന്നും കൂടെ ഉണ്ട കുട്ടി പറ. എനിക്ക് അങ്ങനെ ഒരു ബോഡി ഷേമിങ് കിട്ടി. ഞാൻ ഉണ്ട കുട്ടിയാ പറഞ്ഞത്. വയ്യാട്ടോ എനിക്ക് ബോറ. ശ്രീ ആണെങ്കിൽ ഒരു ഉണ്ട കുട്ടിയാണ്. ശ്രീയാണ് നമ്മളുടെ ഇടയിൽ ഏറ്റവും ഒരു എല്ല് പോലെ നിൽക്കണം. എന്നാലും ഓള് പറയും ഓക്കാണ് ഏറ്റവും തടിയത്. ഡയറ്റ് എടുക്കണം മെലിയണം എന്നൊക്കെ എന്ന് വെച്ചിട്ട് ഡയറ്റ് എടുക്കണം മെലിയണം എന്നൊക്കെ ഓള് പറയും. അഹങ്കാരം എന്നല്ലാണ്ട് എന്താ അതിനെ പറയാ. കണ്ടത് പഠിപ്പിച്ചു. ഇനി അവള് ഫോട്ടോഷൂട്ടിലാണ്. വലിയ സെലിബ്രിറ്റിയാന്ന് വിചാരം. അതെ, ഓളെ 1000 സബ്സ്ക്രൈബേഴ്സിന് നമ്മളാണെങ്കിൽ ഒരുങ്ങി വന്നിട്ട് പിന്നെ മഴ പെയ്തുകൊണ്ട് പോയി കുക്ക് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ആ കുക്ക് ചെയ്ത് മുഖമൊക്കെ വാടി എന്നെ കണ്ട് വിഷമാവാ. ഈ പട്ടിക കണ്ണൂര് നമുക്ക് കറങ്ങാൻ പോവാം. കറങ്ങാൻ പോയ പോലെ ആരും പറയണ്ട. ഇത് വീഡിയോ ഇടൂ കേട്ടോ ഇവള്. ആരോടും പറയരുത്. അടുത്തത് പിഗ്ഗൊന്നും. ഓക്കെ,
ഞാനൊരു എനിക്ക് ആകെ ഫ്ലജല്ല ഇല്ല, സ്പോർ ഫോം ഇല്ല, ഫാക്കൾട്ടേറ്റീവ്, പിന്നെ ഇൻട്രാ സർവൈവ് ചെയ്യും, മാക്രോഫേജസിൽ മൾട്ടിപ്ലൈ ആവും. ഇതാണ് ചോദിക്കാൻ പോണെന്ന്. ഒരു ടോപ്പിക് ഇത്. നീ വരൂ ഗൈസ്. ആന്ത്രാക്സ് ഉണ്ട്. ആന്ത്രാക്സിനെ ഞാൻ നോക്കിയിട്ട് തന്നെ അല്ല. സോ ഇനി നമുക്ക് ക്ലാസ്സിൽ പോയി വരാം. ഇങ്ങനെ ക്ലാസ്സിൽ പോണെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നില്ല. ഞാൻ വിചാരിച്ചു കുർത്തിട്ടിട്ട് പോവാം. പിന്നെ മാമിന് ഞങ്ങള് അങ്ങനെ റിജക്ട് ചെയ്തുകൊണ്ട് മാമിന് റിഗ്രറ്റ് വരട്ടെ. മാം ഞങ്ങൾക്ക് ലീവ് തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ മാമിന് പായസം ഉണ്ടാക്കി കൊണ്ടുപോകാൻ വരെ ഞങ്ങൾ വിചാരിച്ചു. അതുകൊണ്ട് മാമിന് പായസം ഓക്കെ. ശരി ഗൈസ്, നീ ചിലപ്പോൾ ഇട്ടിട്ട് പോകും, ചിലപ്പോൾ ഞാൻ മാറും, നോട്ട് ഷുവർ. ഓക്കെ, ബൈ. ഹായ് ഗായ്സ്, ഞങ്ങൾ ഔട്ട്ഫിറ്റ് ചേഞ്ച് ആക്കി ക്ലാസ് പോവാണ്. വളരെ വേദനയോടെയാണ് ഞാൻ ഇന്ന് ക്ലാസ് പോണത്. വളരെ വേദന എന്ന് പറഞ്ഞാൽ വേദന പ്രോ മാക്സിലൂടെയാണ് ഞാൻ കടന്നു പോണത്. നല്ല വിഷമമുണ്ട് കേട്ടോ ശരിക്കും. എല്ലാവർക്കും ഉണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തു മാം ക്ലാസ് ക്യാൻസൽ ആക്കുന്നു. കൊറേ പേര് ടീച്ചേഴ്സ് ഒക്കെ ലൈക്ക് കൊറേ നമ്മളിത് കേൾക്കാത്തൊന്നല്ല, ഇങ്ങനെ കൊറേ സെലിബ്രേഷൻസിനൊക്കെ ലീവ് കൊടുക്കലുണ്ട് ഇവര്. നമ്മൾ പറഞ്ഞാൽ നമുക്ക് ലീവ് തരും, പക്ഷെ ആ മാം ഒരുമാതിരി ലൈക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞു, നമ്മൾ പായസം വരെ കൊടുക്കാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ മാം ലീവ് തരാത്തോണ്ട് ഞങ്ങൾ കൊടുക്കൂല. അത് മാത്രല്ല മാം ഒരു കുലസ്ത്രീയാണ്. മാമിന് പെൺപിള്ളേര് അത് ചെയ്യണം, പെൺപിള്ളേര് ഇത് ചെയ്യണം, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു മനുഷ്യയാണ്. പാത്രം കഴുകലൊക്കെ പെൺകുട്ടികളുടെ ജോലിയാണ്. സ്ലൈഡൊക്കെ നമ്മള് ഡിഷ് മൈക്രോബയോളജി ക്ലാസ് ആട്ടോ, അപ്പൊ നമ്മൾ ഓരോ പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചെയ്യല്ലോ. അത് കഴിഞ്ഞിട്ട് മൈക്രോസ്കോപ്പ് എടുക്കാൻ വേണ്ടിട്ട് പാത്രം കഴിക്കുന്നതൊക്കെ പെണ്ണുങ്ങള്. സോ മാമിന് അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ട്. സോ ഇങ്ങനെ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിൽ ഞങ്ങൾ കൊടുത്തേനെ. ഞങ്ങൾ ഒക്ടോപെക് സാർ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കണേ. കാരണം എന്താന്ന് വെച്ചാല് എല്ലാരും അപ്പോഴേ എത്തുള്ളൂ. ക്ലാസ് കഴിക്കണല്ലോ. അപ്പൊ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴാണ് കഴിക്കുക. സാമ്പാർ, മോരുകറി, രസം, പരിപ്പ്, maybe. This is papadam. This is papadam. It is not available in Uzbekistan, so we haven't made that. Look like bread? No. This is Vishnu. Lakshmi. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു ഗൈസ്. നമ്മൾ പോവാണ് റൂമിലേക്ക്. ക്ലാസ് കഴിഞ്ഞു എന്ന് എന്താ സംഭവിച്ചത് പറഞ്ഞാൽ ഞാൻ കുറെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. മാമിനെ ഞങ്ങൾ അങ്ങോട്ട് മയക്കിയെടുത്തു. Ma'am, wish you, we didn't sleep yesterday, we were making food, 13 dishes, very big festival, holiday in India, everyone celebrate. ഇങ്ങനെയൊക്കെ പറഞ്ഞു. യൂട്യൂബിലുള്ള കേരള ടൂറിസത്തിന്റെ വീഡിയോ എല്ലാം തകർത്തിട്ട് കൊടുത്തന്നെ. സദ്യ, പപ്പടം, എല്ലാം ഞങ്ങൾ പറഞ്ഞു. കൃഷ്ണനെയും ഒക്കെ ഞങ്ങൾ മാമിന് പരിചയപ്പെടുത്തി കൊടുത്തു. സാരി ഉടുത്തതിന്റെ ഫോട്ടോസ് എല്ലാം ഒന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞങ്ങളെ മാമിനെ ഇതാക്കിയിട്ട് മാം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഹൈ മാർക്ക്. ഞങ്ങള് ലൈക്ക് കൈനീട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു മുതിർന്ന ആൾക്കാർ ചെറിയ ആൾക്കാർക്ക് കൈനീട്ടം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും മാമിനത് അറിയാം, ഞങ്ങൾ എല്ലാവരും കൈനീട്ടി. മാം ഞെട്ടി. മാം പറഞ്ഞു മാമ് ഗിഫ്റ്റ് ആയിട്ട് കൂടുതൽ മാർക്ക് തരാൻ പറഞ്ഞു. അതാണ് ഷൗട്ട് ഔട്ട് ടു മാം. അവൻ നമ്മൾ കുറെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിലും മാം നമ്മൾ നേരത്തെ വിട്ടു. പെട്ടെന്ന് നമ്മൾ വാക്കുകൾ ഇപ്പൊ തോന്നുന്നു കുറച്ച് പായസം കൊണ്ട് കൊടുത്താൽ മതി. പാവുണ്ട്. പക്ഷേ മാം കുറച്ചൊരു സെക്സിസ്റ്റ് ആണ്. അതായത് മാം കുറച്ച് ആമ്പിള്ളേര്. മാമിന് ഇന്ന് ഞങ്ങള് മാമിനോട് പറഞ്ഞു മാമിന് പറ്റെങ്കിൽ ഹോസ്റ്റലിലേക്ക് വന്നോളൂ പറഞ്ഞു. മാം പറഞ്ഞു മാമിന്റെ ഹസ്ബൻഡ് സമ്മതിക്കില്ല അത്ര 5 മണിക്ക് ശേഷം പുറത്തു പോകാൻ. അതെ 5 മണിക്ക് വീട്ടിലെത്തണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് പ്രശ്നമാക്കുന്നു. അതെ അങ്ങനത്തെ മാമിനെ കൊണ്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് അത് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അതാണ് സംഭവിച്ചത്. അല്ലാണ്ട് അത് കേട്ടപ്പോ തന്നെ എനിക്ക് മാം മനസ്സിലായി ചിലപ്പോ ഇങ്ങനെയൊക്കെ ജീവിച്ചോണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ടായിരിക്കാം. ഞാനിത് കേട്ടപ്പോ എനിക്ക് തോന്നി. സോ ഞങ്ങൾ ഇനി പോവാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. നിങ്ങൾ എന്നെ നോക്കൂ. എത്ര ഒരു 2-3 ഒന്നുകൂടി എടുത്തോ. എന്ത് എടുക്കാൻ പറ്റില്ലെന്ന് പറയാൻ
ഞങ്ങളാണെങ്കിൽ വിശന്നിട്ട് ഗുമ്മയില് പോയിട്ട് ഫുഡ് കഴിച്ചു. ചായ കർത്തോഷ്ക സോംസ. ഇവിടെ എന്താണെന്നറിയോ, ഗുമ്മ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കുറെ ബ്രാഞ്ചസ് ഉണ്ട്. അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവരുടെ ചായയും പിന്നെ ബ്രെഡും അവർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കുക. ഇതിനെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോസിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ആ വീഡിയോസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ആഡ് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഹനയുടെ ക്ലാസ് കഴിഞ്ഞാൽ ലേറ്റ് ആവും. സോ നമുക്ക് ഓള് വരുന്നവരെ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്യാനുണ്ടോ. സോ നമുക്ക് എന്തെങ്കിലും കഴിക്കേണ്ടത് വരെ നമ്മൾ അവിടെ പോയിട്ട് സോംസയും കർദോഷ്കയും കഴിച്ചു. സോംസ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കർദോഷ്ക എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിൽ പൊട്ടാറ്റോ എന്നാണ് അർത്ഥം. സോ പൊട്ടാറ്റോയും ചീസും കൂടി ഫില്ലിങ് വരുന്ന ഒരു സാധനം. അത് നമ്മൾ കഴിച്ചു, ചായയും കുടിച്ചു. ഒരു പഴംപൊരി ബാറ്റർ പോലത്തെ ഒരു ബാറ്റർ, അങ്ങനെയുള്ളൊരു ബാറ്റർ സറൗണ്ടിങ്ങും ഉള്ളില് ഫുൾ പൊട്ടാറ്റോ ചീസ്, ഒരു മാഷ്ഡ് പൊട്ടാറ്റോന്റെ ലെവലിലൊരു ഫില്ലിങ്ങും. അതാണ് കർദോഷ്ക. സോ നമ്മളത് കഴിച്ചു. ഇനി നമ്മൾ ഇപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നു ഒരു വരുന്നവരെ. അത് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. വിഷു തീരാനായി. തന്നെ